ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിമ്മി അനിൽ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ചോക്ലേറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ ചോക്ലേറ്റ് മേടിക്കില്ലേ, അതെങ്ങനെ നമുക്ക് വീട്ടിൽ പെർഫെക്റ്റായിട്ട് അതേ രുചിയിൽ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇവിടെ ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റുമാണ് ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടാക്കാം. ഒട്ടും സമയം കളയാൻ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണ് ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂണ് കോൺഫ്ലോറാണ്. ഈ കോൺഫ്ലോറും അതുപോലെ തന്നെ ഷുഗറും കൂടെ നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് ഐസിങ് ഷുഗർ കിട്ടുന്നത്. ഇനി പിന്നെ അതിലേക്ക് ചേർക്കുന്നത് 4 ടേബിൾ സ്പൂണ് മിൽക്ക് പൗഡറാണ്. ഇനി നമുക്കിതൊന്ന് നല്ലതായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. ഞാനിപ്പോൾ ഇത് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഒട്ടും തരിയില്ലാതെ വേണം നമ്മളിത് പൊടിച്ചെടുക്കാൻ. നമ്മളിങ്ങനെ കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ ഒരു സ്വല്പമെങ്കിലും തരി ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ പിന്നെയും ഒന്നും കൂടെ മിക്സിയിലിട്ട് നല്ലതായിട്ട് അടിച്ചെടുക്കുക. ഇപ്പോൾ ഒട്ടും തന്നെ തരിയില്ല. ഇനി നമ്മളതിലോട്ട് ചേർക്കുന്നത് ഡാൽഡയാണ്. ഡാൽഡയോ അല്ലെങ്കിൽ ബട്ടറോ ചേർക്കാം. ഞാനിവിടെ ചേർക്കുന്നത് ഡാൽഡയാണ്. ഒരു 7 ടേബിൾ സ്പൂണ് ഡാൽഡ ചേർത്ത് കൊടുക്കുക. ബട്ടർ ആണെങ്കിലും ഇതേ എമൗണ്ട് തന്നെയാണ് ചേർക്കേണ്ടത്. ഈ ഡാൽഡ കുറച്ച് നേരം റൂം ടെമ്പറേച്ചറിൽ വെച്ച് കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് ലൂസായിട്ട് കിട്ടും. ഇപ്പം ഞാൻ 7 ടേബിൾ സ്പൂണ് ചേർത്തിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണയിൽ ഇത് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ആ വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റാണ് മുമ്പിലോട്ട് വരുന്നത്. അപ്പോൾ ബട്ടറോ ഡാൽഡയോ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി നമുക്കതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതിപ്പം ഞാൻ മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇതിരിക്കാനായിട്ട്. ഇനി നമുക്കിതൊരു മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ സിലിക്കണിൻ്റെ മോൾഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ മോൾഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഐസ് ക്യൂബ്സിൻ്റെ ട്രേ ഇല്ലേ, ആ ട്രേയിൽ കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ ഡാൽഡയോ പുരട്ടിയതിന് ശേഷം നമുക്കത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാറ്റർ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഒത്തിരി നിറച്ച് തുളുമ്പി ഒഴിച്ചു കൊടുക്കണ്ട. ഒരു ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു സ്പൂണിലോ ഇതുപോലെയോ നമുക്കിത് കോരി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിനിടയിൽ നട്ട്സ് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് നട്ട്സ് കൊടുക്കുക. കാഷ്യൂ നട്ടോ അല്ലെങ്കിൽ പിസ്തയോ നമുക്കിഷ്ടമുള്ള നട്ട്സ് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു സ്വല്പം കൂടെ ഈ ബാറ്റർ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പം നമുക്ക് നട്ട്സുള്ള ചോക്ലേറ്റ് കിട്ടുന്നതാണ്. നമുക്കിതുപോലെ തന്നെ എല്ലാം ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഫുൾ ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിലെ എയർ ബബിൾസൊക്കെ ഒന്ന് പോയി നമുക്കൊന്ന് ലെവലായിട്ട് കിട്ടും. ഇനി അതിവിടെ ഇരിക്കട്ടെ. നമുക്കിനിയും ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഒരു 4 ടേബിൾ സ്പൂണ് ഷുഗർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. അപ്പം നമുക്കിത് ഐസിങ് ഷുഗറായിട്ടാണ് കിട്ടുന്നത്. ഇനി അതിലേക്ക് ചേർക്കുന്നത് 2.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് മിൽക്ക് പൗഡറും. ഇനി ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. പൊടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒട്ടും തരിയില്ലാതെ വേണം നമ്മളിത് പൊടിച്ചെടുക്കാനായിട്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു 7 ടേബിൾ സ്പൂൺ ഡാൽഡയാണ്. ഡാൽഡ അല്ലെങ്കിൽ ബട്ടർ ആണെങ്കിൽ ഉരുക്കിയിട്ട് വേണം ചേർക്കാൻ വേണ്ടി കേട്ടോ. ഇനി ഇതെല്ലാം ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലതായിട്ട് അരച്ചെടുക്കാം. ഇപ്പം തന്നെ കണ്ടോ, അതിൻ്റെ ഒരു ഡാർക്ക് കളർ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ? ആ കൊക്കോ പൗഡർ ചേർക്കുന്നതുകൊണ്ടാണ് ആ കളർ വരുന്നത്.
ഇനി ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് അടിച്ചെടുക്കാമേ. ഇപ്പം ഞാനത് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കണ്ട ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അതിരിക്കാനായിട്ട്. ഇനി നമുക്കിതും ഒരു മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇത് ഞാൻ ഗ്ലാസ്സിലെടുത്തിട്ടാണ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നത്. മോൾഡിൻ്റെ ഒരു ഗുണം എന്നാന്ന് ചോദിച്ചാൽ നമുക്കിതുപോലെ പല ഷേപ്പിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത് ഫുൾ ഒഴിച്ചതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ടാപ്പ് ചെയ്ത് കൊടുത്തു. എനിക്ക് വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു, അത് ഞാൻ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി വയ്ക്കണം. നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂറോളം വയ്ക്കണം. 2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് സെറ്റായിട്ട് കിട്ടും. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനിത് എടുത്തതാണ്. കണ്ടോ, ഇങ്ങനെ അടിപൊളിയായിട്ട് നമുക്ക് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മോൾഡിൽ നിന്ന് ഇളക്കിയെടുക്കണം. ഇത് ഈസിയാണ് ഇളക്കിയെടുക്കാൻ. ജസ്റ്റ് നമ്മളതൊന്ന് വെളിയിലോട്ടൊന്ന് പുഷ് ചെയ്ത് വിട്ടാൽ മതി, നമുക്ക് ചോക്ലേറ്റ് എല്ലാം ഇളകി കിട്ടും. ഇപ്പം നമ്മൾ ഐസ് ക്യൂബ്സിൻ്റെ ട്രേയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ജസ്റ്റ് നമ്മളതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ ചോക്ലേറ്റ് എല്ലാം വെളിയിൽ വരുന്നതായിരിക്കും. കണ്ടോ, ഇതുപോലെ നല്ല ഷേപ്പിൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിൽ ചോക്ലേറ്റ്സ് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. വളരെ ഈസിയല്ലേ ഉണ്ടാക്കാനായിട്ട്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് കേടുകൂടാതെ ഒരാഴ്ചയോളം യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ചയൊന്നും വീട്ടിലിതിരിക്കില്ല, അതിന് മുന്നേ ഇത് തീർന്നു പോകും. അത്രയും ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഇതുപോലെ ഇളക്കിയെടുക്കാം. കണ്ടോ, കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ, അടിപൊളി ടേസ്റ്റുമാണ്. വീട്ടിൽ നമുക്കിതുപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ആരെങ്കിലും പുതിയതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കണും ഉണ്ട്, അതും കൂടെ പ്രസ് ചെയ്യണേ. അതും കൂടി ഇനേബിൾ ചെയ്ത് വെക്കുമ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് വൈറ്റ് ചോക്ലേറ്റ് ആണ് കേട്ടോ. ഞാൻ ഈ വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കണേ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു, ബൈ.